ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്കടയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ചക്കട ഉണ്ടാക്കുന്നത് ഇടന്ന ഇലയിലാണ്. ഇത് പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇടന്ന ഇല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഈ ഒരു ഇലയിലാണ് ചക്കട ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിനായിട്ട് പഴുത്ത ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളാക്കി വേവിക്കണം. അതിനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും ചക്ക വേവിക്കാം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചക്കട ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും. ചിലർ ചക്ക പുഴുങ്ങാതെ ഡയറക്റ്റ് പഴുത്ത ചക്ക അങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ച് ചേർക്കുന്നവരുണ്ട്. നമ്മളത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് ശർക്കര ഒന്ന് തയ്യാറാക്കണം. അതിനുശേഷം ശർക്കര നല്ലപോലെ അരിച്ചെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തേങ്ങ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൊത്തി ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിരണ്ടിയും ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും തേങ്ങ ചേർക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടി, കുറച്ച് ഏലക്കാപ്പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല, അതിൻ്റെ ഒരു രീതി മാത്രമാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്. ചക്കയുടെ ക്വാണ്ടിറ്റിയും അതനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചക്ക പിന്നീട് ഉപയോഗിക്കാനാണെങ്കിൽ അതിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി വെക്കണം. ഞാനതിൽ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മാവ് മിക്സാക്കി എടുക്കണം. അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ചക്കയുടെ മിക്സിയിലേക്ക് അരിപ്പൊടി ഉപയോഗിച്ച് നമ്മൾ സാധാരണ അടയ്ക്ക കുഴക്കുന്നത് പോലെയാണ് കുഴച്ചെടുത്തേക്കുന്നത്. ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് വിട്ടുപോയതാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് മാവെടുത്ത് സോഫ്റ്റായിട്ട് കട്ടി കുറച്ച് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയെടുക്കും. അപ്പോൾ വെന്തോന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല ഒരു ആവി വരുന്നുണ്ട്. അതിൽ നല്ല മണമാണ്. ഇടനിലയുടെ ആ മണം, ആ ഒരു മണം തന്നെയാണ് ഈ ഇലയിൽ ചക്കട ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഇടനിലയിൽ ഉണ്ടാക്കിയ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള അട ഇവിടെ തയ്യാറായിട്ടുണ്ട്, ചക്കട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കിടന്ന് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.